മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. ശക്തമായ മഴയിൽ നിലവിൽ അനുവദനീയമായ സംഭരണശേഷിയായ 136 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്നത്. പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു. മറയൂർ പാമ്പൻമലയിൽ 2 വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഭീതിയോടെ മറയൂർ ജനത. മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയെന്നും പ്രോജക്ടുകൾ തയ്യാറാക്കിയെന്നും കളക്ടർ വി. വിഘ്നേശ്വരി IAS. കാരൻ വീട്ടുകാരറിയാതെ സ്വർണം കൈക്കലാക്കി സുഹൃത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി പണമാക്കുകയും ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ അടിമാലി മന്നാങ്കാല സ്വദേശിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. ശക്തമായ മഴയിൽ നിലവിൽ അനുവദനീയമായ സംഭരണശേഷിയായ 136 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്ന് ജലം പെരിയാറിലേക്ക് ഒഴുക്കിയത്. 2022 ശേഷം ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത്. അതേസമയം 136 അടി എന്നുള്ള റൂൾ കർവ് ഈ മാസം 30 വരെയാണ്. രാവിലെ 11:30യോടെയാണ് മുന്നറിയിപ്പുകൾ നൽകിയതിനു ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിയത്. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടിയിലേക്ക് ജലനിരപ്പെത്തിയതോടെ തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ തന്നെ മുന്നറിയിപ്പ് എത്തിയെങ്കിലും രാത്രികാലത്ത് അണക്കെട്ട് തുറക്കരുതെന്ന ഇടുക്കി ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി തമിഴ്നാടിനെ അറിയിച്ചതനുസരിച്ചാണ് പകൽ 11:30യോടെ അണക്കെട്ട് തുറന്നത്. 136.25 അടിയിൽ എത്തിയതോടെയാണ് അണക്കെട്ട് തുറന്നത്. ഓരോ ഷട്ടറും ആദ്യം 10 സെന്റിമീറ്റർ വീതം ഉയർത്തി.
പിന്നീട് അത് 30 സെന്റിമീറ്റർ ആക്കി ഉയർത്തുകയും ചെയ്തു. അതേസമയം നിലവിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഒപ്പം ജൂൺ 30 വരെയാണ് 136 അടി എന്ന റൂൾ കർവ് ഉള്ളത്. ഇതിനുശേഷം റൂൾ കർവ് മാറുമെന്നുള്ളതിനാലും ഷട്ടറുകൾ താഴ്ത്തുവാനാണ് സാധ്യത. നിലവിൽ പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പെരിയാറിൽ കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല. ഇടുക്കി അണക്കെട്ടിലെയും ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 2363 അടിയാണ് നിലവിലെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. നിലവിൽ ഒരുവിധ അലർട്ടുകളും ഇടുക്കി അണക്കെട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യമില്ല. 2365 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ മാത്രമാണ് ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിക്കുക. 2371 ഓറഞ്ചും 2372 അടിയിലെത്തിയാൽ റെഡ് അലർട്ടും പ്രഖ്യാപിക്കും. 2373 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ റൂൾ കർവ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇടുക്കി അണക്കെട്ടിലും നിലനിൽക്കുന്നില്ല. നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുള്ളതും ആശ്വാസകരമാണ്. സിറ്റി വിഷൻ, കുമളി. റൂൾ കർവ് പ്രകാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള നടപടികളാണ് ഭരണകൂടം കൈക്കൊണ്ടതെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ഡാം തുറക്കുന്നതിന്റെ ഭാഗമായി പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന രീതിയാണ് ഇത്തവണ നടന്നത്. ഇതിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികൾ കൈക്കൊള്ളുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഇടപെടലായിരിക്കണം ഗവൺമെന്റ് നടത്തേണ്ടതെന്നും അദ്ദേഹം നെടുങ്കണ്ടത്ത് ആവശ്യപ്പെട്ടു. റൂൾ കർവിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ വിരോധമില്ല. പക്ഷെ പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് തക്കതായ ഷെൽട്ടർ പൂർണ്ണതോതിൽ പര്യാപ്തമാക്കിക്കൊണ്ട് അവരുടെ പരാതി പരിഹരിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പൊ റൂൾ കർവ് യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് നിശ്ചിതമായ പരിധിയിൽ വെള്ളം ഉയർന്നാൽ ഡാം തുറക്കപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് രാത്രി കാലങ്ങളിൽ ഷട്ടർ തുറക്കാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അതിനനുസരിച്ചുള്ള നടപടികൾ ഗവൺമെന്റ് അഷ്വർ ചെയ്തിട്ടുള്ള, ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള. അപ്പൊ ആ ഒരു തരത്തിൽ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് അവരെ സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയിറങ്ങുന്ന, പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് ഈ വർഷം വലിയ പരാതി ഉയർന്നിട്ടുണ്ട്. ആ പരാതി ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും ഒത്തുചേർന്നുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു. മറയൂർ പാമ്പൻമലയിൽ 2 വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീടുകൾക്ക് മുൻപിൽ ഏറെ സമയം തമ്പടിച്ച ശേഷമാണ് പടയപ്പ പിൻവാങ്ങിയത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂരിന് സമീപമാണിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. പാമ്പൻമല, കാപ്പിസ്റ്റോർ, ചട്ടമൂന്നാർ, ലക്കം ന്യൂ ഡിവിഷൻ, തലയാർ, കടുകുമുടി എന്നീ പ്രദേശങ്ങളിലൂടെ കാട്ടാന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പാമ്പൻമലയിലിറങ്ങിയ പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രദേശവാസിയായ ശിങ്കാരത്തിന്റെ വീടിന്റെ മേൽക്കൂര പടയപ്പ തകർത്തു. വീടിന്റെ ജനാലകളും വാതിലും തകർത്ത് കാട്ടാന പരാക്രമം നടത്തിയതോടെ വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ശിങ്കാരം ഭയപ്പാടോടെ വീട്ടിൽ കഴിഞ്ഞുകൂടി. 5 பேர் இருந்தோம். 5 பேர் இருந்து நான் அந்த பெட்டியில் இருந்துடல. அந்த பெட்டியில் தவிர வேற எங்கேயும் நான் எந்திக்கல. வேற மறுபடியும் சோத்து பானியை வந்து தட்டை தடிச்சு அந்த தட்டில் வந்து அப்படின்ட்டு நான் வீட்டில் ஓடிட்டேன். இந்த தும்பிக்கை அங்கே வந்து அவுத்தேன். அதுக்கு பிறகு பிள்ளையெல்லாம் ஓடிச்சு. நான் மட்டும்தான் வீட்டுக்குள்ளே இருந்தேன். ഈ വീടിന് സമീപത്തുള്ള രാജയുടെ വീടിന്റെ മേൽക്കൂരയ്ക്കും കാട്ടുകൊമ്പൻ നാശം വരുത്തി. ആന വീടിന് നേരെ പരാക്രമം നടത്തിയ സമയം വീട്ടിൽ ആളുകളുണ്ടായിരുന്നു. ഇവർ ഏറെ ഭീതിയോടെയാണ് ഈ സമയം വീട്ടിൽ കഴിഞ്ഞുകൂടിയത്. പടയപ്പ മറയൂർ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അത് പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കും. കഴിഞ്ഞ ദിവസം മറയൂർ പഞ്ചായത്തിലെ പള്ളനാട്ടിലെ കൃഷിസ്ഥലങ്ങളിലെത്തി ആന നാശനഷ്ടമുണ്ടാക്കി. തോട്ടം മേഖല മറികടന്ന ആന തെങ്ങ്, പച്ചക്കറി, കരിമ്പ് ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് കർഷകർക്ക് ആശങ്കയാകുന്നുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിറ്റി വിഷൻ, മറയൂർ.
മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട മുമ്പേ തന്നെ ഒരു പഠനം നടത്തിയിരുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മറയൂരിൽ പറഞ്ഞു. ഇതിൽ നിന്നും കുറച്ച് പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് ആ പ്രോജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മറയൂരിലെ കരിമ്പ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച് കർഷകർ കളക്ടർക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു. ഓൾറെഡി തന്നെ ഇതിനു വേണ്ടി ഒരു പഠനം നടത്തിയായിരുന്നു നമ്മുടെ കൃഷി ഓഫീസർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ മുഖേന. അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രോജക്ട്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ചർച്ചയിൽ കൂടി സിമിലർ ലൈൻസിലാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യണം, പിന്നെ മാർക്കറ്റിംഗ് ചാനൽസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. അത് മുന്നോട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടി ടേക്ക് ദം ഓൾ ടുഗദർ ടു എൻഷുർ ദാറ്റ് നമ്മുടെ കരിമ്പിന് ഉള്ള വില കിട്ടുന്നുണ്ട്, ആ കരിമ്പിന് ഉള്ള ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അതിലേക്കുള്ള കുറേ സാധനങ്ങൾ കൂടി നമുക്ക് ഉത്പാദിക്കാൻ പറ്റുന്നുണ്ടുള്ള കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റ് മുന്നോട്ട് നീങ്ങുന്നത്. എക്സൈസ് പരിശോധനയിൽ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചു കടന്ന വാഹനം പിന്തുടർന്ന് പിടികൂടിയ വാഹനത്തിൽ നിന്നും അനധികൃതമായി കടത്തുകയായിരുന്ന 72 കുപ്പി മദ്യം പിടികൂടി. ഡ്രൈവറായ താലൂക്കിൽ കടശിക്കടവ് മണിഭവൻ വീട്ടിൽ രാജേഷിനെ അറസ്റ്റ് ചെയ്തു. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറും സംഘവും കടുക്ക സിറ്റിയിൽ വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് അമിത വേഗതയിലെത്തിയ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചത്. എന്നാൽ വാഹനം നിർത്താതെ ഡ്രൈവറായ രാജേഷ് ഓടിച്ചുപോയി. ഇതോടെ ഓട്ടോറിക്ഷയെ പിന്തുടർന്ന എക്സൈസ് സംഘം മയിലാടുംപാറ ഭാഗത്ത് വെച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. പരിശോധനയിൽ 1/2 ലിറ്റർ വീതമുള്ള 72 കുപ്പികളിലായി വിവിധ ഇനത്തിൽപ്പെട്ട 36 ലിറ്റർ മദ്യമാണ് കണ്ടെടുത്തത്. മദ്യം കടശിക്കടവിലും പരിസര പ്രദേശങ്ങളിലും ചില്ലറ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുപോയതാണെന്ന് രാജേഷ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തത്. റെയ്ഡിൽ ഉദ്യോഗസ്ഥരായ അസീസ് KS, നൌഷാദ് M, അരുൺ രാജ്, അരുൺ മുരളീധരൻ, റെജി PC എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. 15-കാരൻ വീട്ടുകാരറിയാതെ വീട്ടിൽ നിന്ന് സ്വർണം കൈക്കലാക്കുകയും സുഹൃത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി പണമാക്കുകയും ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ അടിമാലി മന്നാങ്കാല സ്വദേശിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് അടിമാലി 200 ഏക്കർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. 2 ദിവസങ്ങളിലായി 24 ഗ്രാം സ്വർണമാണ് വീട്ടുകാരറിയാതെ 15-കാരൻ കൈക്കലാക്കി സുഹൃത്തിന് കൈമാറിയത്. അടിമാലി മന്നാങ്കാലയിൽ താമസിക്കുന്ന ആശിഷാണ് സംഭവവുമായി ബന്ധപ്പെട്ട അടിമാലി പോലീസിന്റെ പിടിയിലായത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം കാണാതായതിനെ തുടർന്ന് അടിമാലി 200 ഏക്കർ സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പരാതിക്കാരിയായ വീട്ടമ്മയുടെ 15-കാരനായ മകൻ വീട്ടുകാരറിയാതെ സ്വർണം കൈക്കലാക്കി സുഹൃത്തിന് നൽകുകയായിരുന്നു. 2 ദിവസങ്ങളിലായി 24 ഗ്രാം സ്വർണമാണ് വീട്ടുകാരറിയാതെ 15-കാരൻ കൈക്കലാക്കി സുഹൃത്തിന് കൈമാറിയത്. സുഹൃത്ത് ഈ സ്വർണം 2 ലക്ഷം രൂപയ്ക്ക് അടിമാലിയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തി. ഇതിൽ 60,000-ഓളം രൂപ സുഹൃത്ത് 15-കാരന് നൽകിയതായി പോലീസ് പറഞ്ഞു. ബാക്കി തുക ആശിഷ് എന്ത് ചെയ്തുവെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പരിശോധനയിൽ പ്രതി വിൽപ്പന നടത്തിയ സ്വർണം പോലീസ് തിരികെയെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. കമ്പംമെട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ഏലക്ക മോഷണം നടത്തിയ 2 ജീവനക്കാർ പിടിയിൽ. തമിഴ്നാട് തേനി സ്വദേശികളായ മുത്തു, അളകരാജ എന്നിവരെയാണ് കമ്പംമെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കമ്പംമെട്ടിലെ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ശേഖരിക്കുന്ന ഏലക്കായുടെ തൂക്കം ദിനംപ്രതി കുറഞ്ഞു വന്നതോടുകൂടിയാണ് ഉടമ CCTV പരിശോധിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും കള്ളൻ കപ്പലിൽ തന്നെയെന്ന പിടികിട്ടി. സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് എന്ന് വ്യക്തമായി. കുഴിത്തോളു നിരപ്പേൽക്കടയിലെ സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര സ്ഥാപനത്തിൽ ജീവനക്കാരായിരുന്നു ഇവർ. ജോലിക്ക് കൊണ്ടുവന്ന ബാഗിൽ ഉണക്ക ഏലക്ക മോഷ്ടിച്ചു കടത്തുകയായിരുന്നു. ഇതോടുകൂടി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തൊണ്ടിമുതലും പ്രതികളെയും പിടികൂടി. ഇതിനോടകം 75,000 രൂപയുടെ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു. കമ്പംമെട്ട് CI രതീഷ് ഗോപാലിന്റെ നേതൃത്വത്തിൽ SIമാരായ T ബിജു, PV മഹേഷ്, SPOമാരായ ലിറ്റോ K ജോസഫ്, സലിൽ രവി, CPO ജെറിൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
ഗുരുധർമ്മ പ്രചാരണ സഭ ഇടുക്കി ജില്ലാ വാർഷികവും ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്തും സംഘടിപ്പിച്ചു. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടി ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് ഉത്തേജനം നൽകി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളും മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് MM മണി പറഞ്ഞു. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ശിവഗിരി മഠത്തിന്റെ ഏക ആത്മീയ പോഷക സംഘടനയാണ് ഗുരുധർമ്മ പ്രചരണ സഭ. ജാതിമതങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്ന് പ്രവർത്തിക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭയുടെ ജില്ലാ വാർഷികവും ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്തും വാർഷികവുമാണ് രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ചത്. ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് KN മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുരേഷ് കാപ്പിൽ സ്വാഗതം ആശംസിച്ചു. ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് ഉത്തേജനം നൽകി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളും മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് MM മണി പറഞ്ഞു. അവശരാധിക്കാർക്ക് ഇടവിടാതെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വഴി നടത്തുന്ന സ്വാതന്ത്ര്യമില്ലാതിരുന്ന സാഹചര്യം തൊട്ടുകൂടായ്മയും തെറ്റുകൂടായ്മയും കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം. ആ സമൂഹത്തിന് ഉത്തേജനം നൽകുകയും ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രീനാരായണ പ്രസ്ഥാനം വഹിച്ച പങ്ക്, ഗുരുദേവൻ വഹിച്ച പങ്ക് മഹത്തായ പങ്കാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശംഭാംഗാനന്ദ സ്വാമികൾ ആധ്യാത്മീയ പ്രഭാഷണം നടത്തി. അസംഗാനന്ദഗിരി സ്വാമികൾ, മഹാദേവാനന്ദ സ്വാമികൾ, വേദതീർത്ഥ സ്വാമികൾ, KT സുകുമാരൻ, KD രമേശ്, സത്യൻ പന്തത്തല, ചന്ദ്രൻ പുളിക്കുന്ന്, രാജേഷ് സഹദേവൻ, TV രാജേന്ദ്രൻ, VS ബിജു തുടങ്ങിയവരും മറ്റ് നേതാക്കന്മാരും പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മറയൂർ പഞ്ചായത്തിലെ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ കോളനിയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണത്തിന് ആദ്യ ഗഡു അനുവദിക്കുകയും പിന്നീട് ബാക്കി തുക അനുവദിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തതോടെ പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ സന്ദർശിച്ച് അഡ്വക്കേറ്റ് A രാജ MLA വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമേ തുടർന്നുള്ള തുക എങ്ങനെ നൽകാനാകുമെന്ന തീരുമാനമെടുക്കാനാവുമെന്നും MLA മറയൂരിൽ പറഞ്ഞു. ഇങ്ങനെ ലൈഫ് മിഷനിൽ ആദ്യ ഗഡു അനുവദിച്ചു. 6ഓളം കുടുംബങ്ങൾക്ക് അനുവദിച്ച ആദ്യ ഗഡു കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള ഗഡു എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഗഡു കൊടുത്താൽ മാത്രമേ പണി ആരംഭിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ട് സ്ഥലം സന്ദർശിച്ചു. ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടർ ഇവിടെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ വന്നതാണ്.
ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗഡു കൊടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ള ഗഡു കൂടെ കൊടുത്ത് പണി പൂർത്തീകരിക്കണം. അപ്പോൾ മനസ്സിലാക്കിയത് നേരത്തെ കൊടുത്തിട്ട് പിന്നെ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവർക്ക് മറ്റുള്ള സ്ഥലത്ത് പട്ടയ സ്ഥലങ്ങളുണ്ട്. പട്ടയ സ്ഥലം മാത്രമല്ല അവിടെയുള്ള വീടിന് മെയിൻ്റനൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിൽ പെടത്തില്ല, ലൈഫിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം പറ്റും എന്നുള്ള നിലയ്ക്ക് ഇന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു തീരുമാനം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രമേ ഇനി തുടർന്നുള്ള ഗഡുകൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള സന്ദർശനമായിരുന്നു. ഇത്തവണ കാലവർഷാരംഭത്തിലുണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലം പതിച്ചതാണ് കർഷകർക്ക് വിനയായത്. മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു. ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷവും കാലവർഷാരംഭത്തിലുണ്ടായ കാറ്റും മഴയും ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്കാകെ പ്രതിസന്ധി തീർത്തിരുന്നു. ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ടൊരു വിഭാഗം കർഷകരാണ് കാന്തല്ലൂരിലെ പ്ലം കർഷകർ. മൂപ്പെത്തി പാകമാകുന്ന പ്ലം പഴങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നത് മെയ് മാസം അവസാനത്തോടെയാണ്. എന്നാൽ മഴയും കാറ്റും നേരത്തെ എത്തിയതോടെ പാകമായി നിന്നിരുന്ന പ്ലം പഴങ്ങൾ വലിയ തോതിൽ നിലം പതിച്ചു. ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ കർഷകർക്ക് കഴിയാതെ പോയി. വലിയ നഷ്ടമാണ് ഇതിലൂടെ കർഷകർക്കുണ്ടായത്. മെച്ചപ്പെട്ട വിലയുണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു. ഇപ്രാവശ്യത്തെ വിളവ് മൊത്തം ഈ കാറ്റ്, നേരത്തെ കാറ്റ് വന്നു. സാധാരണ നമുക്ക് കാറ്റ് വരുന്നത് ആടിമാസം എന്ന് പറഞ്ഞാൽ, തമിഴിൽ ആടിമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലാണ് സാധാരണ കാറ്റ് വരുന്നത്. ഇപ്രാവശ്യം നേരത്തെ കാറ്റ് വന്നു ഉള്ള പ്ലം മൊത്തം കൊഴിഞ്ഞു. പ്ലം മാത്രമല്ല, പ്ലമ്മിൻ്റെ കൂടെയുള്ള ആപ്പിളും ചെറിയ ആപ്പിളും എല്ലാം കൊഴിഞ്ഞുപോയി. കൊഴിഞ്ഞപ്പോൾ കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പ്ലം കർഷകരെ മാത്രമല്ല പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിലെ മറ്റ് കർഷകരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി ബാധിച്ചു. സാധാരണ കാന്തല്ലൂർ മേഖലയിൽ കർക്കിടക മാസത്തിൽ ഉണ്ടാകുമായിരുന്ന കാറ്റും മഴയുമാണ് നേരത്തെ ഉണ്ടായതെന്നും കർഷകർ പറയുന്നു. സിറ്റി വിഷൻ, മറയൂർ. മഹാറാണി ഹോട്ടൽ ആൻഡ് ലോഡ്ജ് രാജക്കാടിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജക്കാട് പൊന്മുടി റൂട്ടിൽ നാരകത്തിനാംകുന്നേൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഹോട്ടലിന്റെ ഉദ്ഘാടനം രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. കഴിഞ്ഞ 38 വർഷമായി വേറിട്ട രുചിക്കൂട്ടുകൾ കൊണ്ട് ഹൈറേഞ്ചിന്റെ സ്വാദായി മാറിയ മഹാറാണി ഹോട്ടൽ രാജാക്കാട്ടിലും പ്രവർത്തനം ആരംഭിച്ചു. ഹോട്ടലിനൊപ്പം ലോഡ്ജും പ്രവർത്തിക്കുന്നു. മിതമായ നിരക്കിൽ മനോഹരമായ മുറികളും മഹാറാണിയിലുണ്ട്. ഒപ്പം സ്വാദിഷ്ടമായ കേരള, ചൈനീസ്, അറബിക്, അൽഫാം, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൂടാതെ പാഴ്സൽ സൗകര്യവും ഹോം ഡെലിവറി സേവനവും ലഭ്യമാണ്. ടീ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കും. ഹോട്ടലിന്റെയും ലോഡ്ജിന്റെയും ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു. രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. രാജക്കാട് മേഖല എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിലല്ല, സൗകര്യപ്രദമായ രീതിയിൽ തന്നെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഹോട്ടൽ തീർച്ചയായിട്ടും ആരംഭിക്കുന്നത്. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ SHO V വിനോദ് കുമാർ, പഞ്ചായത്ത് അംഗം വീണ അനൂപ്, സജി കോട്ടയ്ക്കൽ, VC ജോൺസൺ, സിബി കൊച്ചുവള്ളാട്ട്, CS പ്രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഈ മഴക്കാലത്തിന് മുമ്പേയും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കാതെ വന്നതോടെ വട്ടവട മേഖലയിൽ യാത്രാക്ലേശം അതിരൂക്ഷം. മഴ പെയ്യുക കൂടി ചെയ്തതോടെ കോവിലൂർ ടൗണിലടക്കം വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയിലാണ്. പഞ്ചായത്ത് പരിധിയിലെ പ്രധാന റോഡുകളൊക്കെയും തകർന്നു കിടക്കുന്നത് പ്രദേശവാസികളുടെ കാൽനട യാത്ര പോലും ദുസ്സഹമാക്കുകയാണ്. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ഈ മഴക്കാലത്തിനു മുന്നേയും യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ആളുകളുടെ യാത്രാക്ലേശം രൂക്ഷമായി. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്തുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ട് പോക്കുണ്ടാവാറില്ലെന്നും ആക്ഷേപമുയരുന്നു. പഴത്തോട്ടം, ചിലന്തിയാർ, സ്വാമിയാറക്കുടി, കൂടലാർക്കുടി, വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുള്ള റോഡുകളും നിർമ്മാണം കാത്തു കിടക്കുന്നു. മഴ പെയ്തതോടെ കോവിലൂർ ടൗണിലടക്കം വലിയ തോതിൽ ചെളി രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയാണ്. കോവിലൂർ ടു ചിലന്തിയാർ റോഡ് ഒരു 10-35 വർഷമായിട്ട് ടാർ ചെയ്തിട്ട്
ഒരു 5-10 വർഷമായിട്ട് ഈ റോഡ് പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുന്നതാണ്. ഇത് PW എടുത്തും നമ്മൾ പഞ്ചായത്ത്, MLA, PW എല്ലാ മിനിസ്റ്റർ, മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും നമ്മൾ പരാതി ചെയ്തിട്ടും ഇതുവരെയായിട്ട് അതിനൊരു മറുപടിയോ ഇത് ചെയ്യാമെന്നോ ഒന്നൊരു ഇതില്ല. ഒരു 4 വർഷം മുമ്പ് നമുക്കൊരു 5 കോടി രൂപ പാസ്സായി എന്ന് പറഞ്ഞിട്ടില്ലാതെ ബഡ്ജറ്റിൽ വകയിരുത്തിയെന്നില്ലാതെ ഇതിന് യാതൊരു ഇതില്ല. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര ദുഷ്കരമായി കഴിഞ്ഞു. കുലുങ്ങിപ്പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നുണ്ട്. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ് ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സൈനികന് ആദരമൊരുക്കി ഗ്രാമസഭ. അടിമാലി സ്വദേശിയും സൈനികനുമായ അഭിരാം സോമനാണ് പഞ്ചായത്തിലെ 12ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദനമൊരുക്കിയത്. യുദ്ധമുഖത്തെ തന്റെ അനുഭവങ്ങൾ അഭിരാം തന്റെ നാട്ടുകാരുമായി പങ്കുവച്ചു. ജമ്മു കാശ്മീരിലെ രജോറിയയിലാണ് നിലവിൽ അഭിരാം സോമൻ സൈനികനായി സേവനമനുഷ്ഠിച്ചു വരുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പാണ് അഭിരാം ഇന്ത്യൻ സേനയുടെ ഭാഗമായത്. അടിമാലി പൊളിഞ്ഞപാലം തെക്കേമുറിയിൽ സോമൻ ഓമന ദമ്പതികളുടെ മകനാണ് ഈ പട്ടാളക്കാരൻ. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ അഭിരാമിന് അനുമോദമൊരുക്കാൻ പ്രദേശവാസികൾ തീരുമാനിക്കുകയും ഗ്രാമസഭാ വേദിയാക്കുകയും ചെയ്തു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മറികടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഭീകരവാദികളെ ഒറ്റപ്പെടുത്താനും അവർക്ക് കനത്ത തിരിച്ചടി കൊടുക്കാനും ഉള്ള ഭരണാധികാരികളുടെ ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും നമ്മൾ നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമുക്കറിയാം, സിന്ദൂരം എന്ന് പറയുന്നത് ഇല്ലേ, വിവാഹിതരായിട്ടുള്ള വനിതകൾ നെറ്റിയിൽ അണിയുന്ന കുങ്കുമമാണ്. ആ കുങ്കുമം ഭീകരവാദികൾ അഭിരാമിനെ ഗ്രാമസഭയിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. യുദ്ധമുഖത്തെ തന്റെ അനുഭവങ്ങൾ അഭിരാം തന്റെ നാട്ടുകാരുമായി പങ്കുവച്ചു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു അറ്റാക്കായിരുന്നു ആ ടൈമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നമുക്ക് നേരെ ഉണ്ടാക്കിയത്. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ 10-26ഓളം ആൾക്കാർ, അതും എല്ലാ ഓരോ വീടിൻ്റെ എന്താ പറയുക പ്രതീക്ഷകളായ ആൾക്കാരാണ് എല്ലാവരും അറ്റാക്ക് ചെയ്ത്. നാടിന്റെ യശസ്സുയർത്തിയ ഓപ്പറേഷനിൽ പങ്കുചേർന്ന സൈനികൻ ഗ്രാമസഭയിൽ സാന്നിധ്യമായതിന്റെ സന്തോഷം ഗ്രാമസഭയിൽ പങ്കെടുത്തവരും പങ്കുവച്ചു. ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം KK രാജു അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്യു ഫിലിപ്പ്, CD അഗസ്റ്റിൻ, മിനി ബിജു, തങ്കമ്മ ജയൻ, ഷെർലി MJ, രാജേഷ്, നിസ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു. ശക്തമായ മഴയിൽ നിലവിൽ അനുവദനീയമായ സംഭരണ ശേഷിയായ 136 അടിയിലെത്തിയ സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും തുറന്നത്. പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു. മറയൂർ പാമ്പൻമലയിൽ 2 വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഭീതിയോടെ മറയൂർ ജനത. മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയെന്നും പ്രോജക്ടുകൾ തയ്യാറാക്കിയെന്നും കളക്ടർ V വിഘ്നേശ്വരി IAS. കാരൻ വീട്ടുകാരറിയാതെ സ്വർണം കൈക്കലാക്കി സുഹൃത്ത് ഈ സ്വർണം വിൽപ്പന നടത്തി പണമാക്കുകയും ചെയ്ത സംഭവത്തിൽ സുഹൃത്തായ അടിമാലി മന്നാങ്കാല സ്വദേശിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.